ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് നാം ചിന്തിക്കുന്നത് വിശ്വാസം പ്രചരിപ്പിക്കുക. നമ്മുടെ കുടുംബങ്ങൾക്ക് വലിയ അനുഗ്രഹമാണ് നമ്മൾക്ക് കർത്താവ് ദാനമായി തന്നിട്ടുള്ള വിശ്വാസം ഏറ്റുപറയുക, മറ്റുള്ളവരോടത് പറയുക എന്നുള്ളത്. വിശ്വാസം പറയാതിരിക്കുന്നത് ദൈവം നമ്മെ നിഷേധിക്കുന്നതിന് തുല്യമായ ഒരു വലിയ ക്രോധത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ വലിച്ചഴയ്ക്കും. മാർക്കോസിന്റെ സുവിശേഷത്തിൽ 8-ാം അധ്യായം 38-ാം തിരുലിഖിതം, പാപം നിറഞ്ഞതും അവിശ്വസ്തവുമായ ഈ തലമുറയിൽ എന്നെക്കുറിച്ചോ എൻ്റെ വചനങ്ങളെക്കുറിച്ചോ ലജ്ജിക്കുന്നവനെ പറ്റി മനുഷ്യപുത്രനും തൻ്റെ പിതാവിൻ്റെ മഹത്വത്തിൽ തൻ്റെ സകല മാലാഖമാരോടൊത്ത് വരുമ്പോൾ ലജ്ജിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഞാനും നിങ്ങൾ വഴിപഴക്കരുത്. കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണത്. ഈ സമയം നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോവുകയാണ്. 1-2 പേരുടെ അനുഭവങ്ങൾ ശ്രദ്ധിച്ച് നാം വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. എനിക്ക് 4 വർഷത്തിന് മുമ്പ് ബ്ലഡ് ക്യാൻസർ വന്ന് ഞാൻ കൂടുതൽ പ്രയാസമായിട്ട് ആസ്പത്രിയിൽ കിടന്ന് ഓർമ്മ ആദ്യത്തെ ഇഞ്ചക്ഷൻ എടുത്തപ്പോൾ തന്നെ എനിക്ക് ഓർമ്മകളൊക്കെ പോയി. എന്നിട്ട് എൻ്റെ വായെല്ലാം പഴുത്ത്. പിന്നെ 6 ഇഞ്ചക്ഷനും തീർന്നു കഴിയണതിന് മുമ്പ് എനിക്ക് ഭയങ്കര പ്രയാസമൊക്കെ ആയി. മരിച്ചു പോകുമെന്നൊക്കെ പറഞ്ഞതാണ്. മരിച്ചു പോകുമെന്ന് മരിച്ചു പോകുമെന്ന് പറഞ്ഞ് അടുത്തുനിന്ന് ശ്വാസം മുട്ടലായിട്ട് രാത്രി കൊണ്ടുപോകുമ്പോൾ അടുത്തുള്ള ഇലന്തരത്തേര് പറഞ്ഞ് ഇന്ന് ഇപ്പം തന്നെ കൊണ്ടുവരുന്നുണ്ട്, മേശയൊക്കെ ഒരുക്കിയിട്ടേരി, അതുകൊണ്ട് ഇപ്പം ഇനി അതിൽ നിന്ന് രക്ഷയില്ലെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ 3 പ്രാവശ്യം പറഞ്ഞ്. അത് കഴിഞ്ഞ് 8 അച്ഛൻ വന്ന് എനിക്ക് വേണ്ടുന്നതൊക്കെ തന്ന് മുസാരം കുർബാനയൊക്കെ തന്ന് ആ അച്ഛൻ പുറത്തേക്ക് പോകാൻ നേരത്ത് പറഞ്ഞ് മരിച്ചു പോകുന്നൊക്കെ പറഞ്ഞ് വേണം പോയത്. എന്നിട്ട് അവിടെ റൂമിൽ ചെന്നിച്ച് അച്ഛൻ പറയുമായിരുന്നു, ആ അമ്മച്ചി മരിച്ചാ എന്നോ ചോദിക്കുമായിരുന്നു. അവർ ഇല്ല, മരിച്ചിട്ടില്ല, ഒന്നും പള്ളിയിൽ അറിഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞ്. അങ്ങനെയൊക്കെ പറഞ്ഞ് കഴിഞ്ഞ് അത് കഴിഞ്ഞ് അച്ഛൻ 3 കൊല്ലം കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ പള്ളിയിലിരുന്ന് കുർബാന കാണുന്നത് കണ്ടപ്പോൾ അച്ഛൻ ഈശോയ്ക്ക് 1000 നന്ദി പറഞ്ഞ്. ഈ പുസ്തകം വായിച്ച് എനിക്ക് സുഖമായത്. അമ്മച്ചി മരിച്ച് ബാക്കി കാര്യങ്ങൾക്ക് വേണ്ടി എല്ലാവരും ഏർപ്പാട് നടത്തിക്കൊണ്ടിരിക്കും. അമ്മച്ചി എന്ത് ചെയ്തു? അമ്മച്ചി ഞാൻ മരിച്ചു പോകുന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നപ്പോൾ എനിക്കൊരു ഓർമ്മയൊന്നും ഇല്ല. ഈ പുസ്തകം എന്താ സംഭവം നിങ്ങൾക്ക് മനസ്സിലായോ? ഈ പുസ്തകം ഒരു ചെറിയ പുസ്തകം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അട്ടപ്പാടിയിൽ ഇതിൻ്റെ രഹസ്യം നിങ്ങളോട് പറഞ്ഞു തരാം. അട്ടപ്പാടിയിൽ അച്ഛൻ ഒരു ദിവസം കിടന്നിങ്ങനെ വിഷമിച്ച് പല രോഗികളെ കണ്ട് വിഷമിച്ചിരിക്കുന്ന സമയത്ത് കർത്താവിനോട് കർത്താവേ എന്ന് പറഞ്ഞപ്പം കർത്താവ് പറഞ്ഞു, അട്ടപ്പാടിയിൽ നടക്കുന്ന പ്രാർത്ഥനകളോട് ചേർന്ന് ലോകത്തിൻ്റെ ഏത് കോണിലിരുന്ന് ഒരു വേദനിക്കുന്ന ആത്മാവ് പ്രാർത്ഥിച്ചാലും അവർക്ക് അത്ഭുതങ്ങൾ നടക്കാൻ വേണ്ടി ഒരു ചെറിയ പുസ്തകത്തിൽ ബൈബിളിലെ കുറച്ച് വചനങ്ങൾ ഏത് പാവപ്പെട്ട മനുഷ്യർക്കും വാങ്ങിക്കാവുന്ന അതുപോലെ ചെറുതും വില കുറഞ്ഞതുമായ ഒരു പുസ്തകത്തിൽ ബൈബിളിലെ കുറച്ച് വചനങ്ങൾ എഴുതി ആളുകൾക്ക് കൊടുക്കാൻ കർത്താവ് നിർദ്ദേശം തന്നു. അമ്മച്ചി ഈ പുസ്തകം വെച്ച് ശരിക്കും അങ്ങോട്ട് പ്രാർത്ഥിച്ച് നോക്ക്. പ്രാർത്ഥിച്ച് പുസ്തകത്തിൻ്റെ ഷേപ്പ് നിങ്ങൾ കണ്ട? കാരണം ഇത് വചനമാണ് ഇതിനകത്ത് മുഴുവനും, വേറെ കഥയൊന്നും ഇതിനകത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഇത് അമ്മച്ചി അങ്ങോട്ട് പ്രാർത്ഥിച്ച്. ഇപ്പം എങ്ങനെയുണ്ട്? നല്ല ആരോഗ്യമില്ലേ? ഇപ്പം ആരോഗ്യമൊക്കെ ഉണ്ട്. ഈ മുടിയെല്ലാം പഠിച്ചു കളഞ്ഞാണ് കേടുവന്ന അസുഖം കൂടിയപ്പോൾ. എന്നിട്ട് അത് ഇതുകൊണ്ട് മാറി. 3 വർഷം കഴിഞ്ഞ് അച്ഛൻ വന്ന് നോക്കുമ്പോൾ നാം മരിച്ചു പോയെന്ന് പറഞ്ഞ അമ്മച്ചി ഇതാ പള്ളിയിൽ നിന്ന്. പ്രൈസ് ദി ലോർഡ്. അമ്മ സന്തോഷമാണോ? പ്രൈസ് ദി ലോർഡ്. ഉറക്കെ പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതേപോലെ ഈ വചനത്തിലൂടെ കർത്താവ്, ആ പുസ്തകത്തിൽ കുറച്ച് വചനമാണുള്ളത്, ആ വചനത്തിലൂടെ കർത്താവ് ഇടപെട്ടു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മറ്റൊരു വ്യക്തിയുടെ അനുഭവങ്ങളെ ശ്രദ്ധിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി.
എനിക്ക് 2 വർഷമായിട്ട് അലർജി ഉണ്ടായിരുന്നു. അത് എപ്പോഴും ചൊറിച്ചിലായിരുന്നു. അത് തന്നെ, ശരീരം മുഴുവൻ ചൊറിഞ്ഞ് മാറ്റുന്ന ഒരു അവസ്ഥയായിരുന്നു. എന്നിട്ട് അച്ഛൻ്റെ മറൈൻ ഡ്രൈവിലെ കൺവെൻഷനിൽ വന്ന് പ്രാർത്ഥിച്ച സമയത്ത്, അച്ഛൻ സ്തുതിക്കുന്ന സമയത്ത് എൻ്റെ ദേഹത്തു നിന്ന് ഒരു കൂട്ട ഉറുമ്പുകൾ ഇറങ്ങിപ്പോകുന്നതായിട്ട് എനിക്ക് തോന്നി. ശരീരം ഒരു പുതിയ അനുഭവം പരിശുദ്ധാത്മാവ് ആ സമയത്ത് ശരീരത്തിൽ നിന്ന് ഒരു കൂട്ട ഉറുമ്പുകളെല്ലാം കൂടെ കൂട്ടത്തോടെ വിട്ടു പോണത് പോലെ ഒരു അനുഭവം കർത്താവ് കൊടുത്തിട്ട് അതോടെ എൻ്റെ അലർജി ലോകം പിന്നെ ഉണ്ടായിട്ടില്ല. ചൊറിയുന്ന എപ്പോഴും ശരീരത്തിൽ ചൊറിയ മാന്ത് അങ്ങനത്തെ ആ അവസ്ഥ അന്നത്തെ ആ സംഭവത്തോടുകൂടി ശരീരത്തിൽ നിങ്ങൾ ഒഴിഞ്ഞു പോയി. പിന്നെ ഇന്ന് വരെ ഇപ്പം അത് കഴിഞ്ഞിട്ട് 2-3 വർഷമായില്ലേ, 3-4 വർഷം മുമ്പ് ഇതേപോലെ അഭിഷേക് കൺവെൻഷൻ മറൈൻ ഡ്രൈവ് നടന്നപ്പോൾ ഈ സഹോദരി ശരീരത്തിൽ അലർജി രോഗമായിട്ട് അവിടെ വന്നതാണ്. സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പം ശരീരത്തിൽ അങ്ങോട്ട് ഒഴിഞ്ഞു പോകുന്ന, അങ്ങോട്ട് വിട്ടൊഴിഞ്ഞു പോകുന്ന ഒരു അനുഭവം കർത്താവ് അങ്ങോട്ട് കൊടുത്ത് അതോടുകൂടി അലർജി ശരീരത്തിൽ നിന്ന് നിഷ്ക്രമിച്ച് വിട്ടുപോയി. പ്രൈസ് ദി ലോർഡ്. ഉറക്കെ പറ ഹല്ലേലൂയ. കുറച്ചുകൂടെ ഉറക്കെ പറ ഹല്ലേലൂയ. 2 കരങ്ങൾ ഉയർത്തി ഒന്നും കൂടെ നന്നായിട്ട് കൈയടിച്ച് കർത്താവിനെ ആരാധിക്കാം. പെരുമഴ പോൽ പെയ്യുന്നു അത്ഭുതം വിടുതൽ ഈ ജനതയിൽ. പെരുമഴ പോൽ പെയ്യുന്നു അത്ഭുതവും വിടുതൽ ഈ ജനതയിൽ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും ഇപ്പോൾ എഴുന്നേറ്റ് നിന്ന് ഒന്ന് പ്രാർത്ഥിച്ച് ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുങ്ങാം. എല്ലാ കുടുംബങ്ങളിലും ദൈവം ഇപ്പോൾ തൻ്റെ പ്രിയപ്പെട്ട തൻ്റെ ജനത്തെ സന്ദർശിച്ച് അനുഗ്രഹിക്കുന്ന സമയമാണ്. അതിരം തുറന്ന് ഉറക്കെ പ്രാർത്ഥിക്കണം. യേശുവേ, എൻ്റെ രക്ഷകനായ യേശുവേ, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു. കുടുംബം മുഴുവനും ഒന്ന് ചേർന്ന് അങ്ങയെ ആരാധിക്കുന്ന ഈ നിമിഷത്തിൽ അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ. എല്ലാ തിന്മകളും അന്ധകാര പീഡകളും കുടുംബ പ്രശ്നങ്ങളും പൈശാചിക പീഡകളും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ കുടുംബത്തിൽ നിന്ന് വിട്ടുമാറി പോകട്ടെ. കുട്ടികളെ അലട്ടുന്ന രോഗങ്ങൾ, പഠന തടസ്സങ്ങൾ, പ്രാർത്ഥിക്കാൻ തടസ്സങ്ങൾ യേശു നാമത്തിൽ വിട്ടുപോകട്ടെ. ഹല്ലേലൂയ. ജോലി തടസ്സം അനുഭവിക്കുന്ന ഓരോ കുടുംബങ്ങളിൽ നിന്നും കുടുംബാംഗങ്ങളിൽ നിന്നും ജോലി തടസ്സങ്ങൾ യേശു നാമത്തിൽ വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവായ യേശുവേ, എത്ര ശ്രമിച്ചാലും പ്രാർത്ഥിക്കാൻ പറ്റാതെ ക്ലേശം അനുഭവിക്കുന്ന എല്ലാ ദൈവമക്കളിൽ നിന്നും അന്ധകാരത്തിന്റെ ആധിപത്യങ്ങളെ യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു. വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, മക്കളില്ലാത്ത കുടുംബങ്ങളെ അങ്ങയുടെ നാമത്തിൽ ആശീർവദിക്കുന്നു. ഈ നിമിഷം ലക്ഷക്കണക്കിന് ആളുകൾ പ്രാർത്ഥിക്കുന്ന ഈ അത്ഭുത നിമിഷത്തിൽ കാലങ്ങളായി മക്കളില്ലാത്ത കുടുംബങ്ങളിലേക്ക് അങ്ങയുടെ അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ. തടസ്സങ്ങൾ വിട്ടുമാറട്ടെ. ഹല്ലേലൂയ. 2 കരങ്ങൾ ഉയർത്തി എല്ലാവരും സ്തുതിക്കുന്നു. ഒരു ധ്യാന കേന്ദ്രത്തിൽ ഒരു ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ എങ്ങനെ കർത്താവിനെ തീവ്രമായി ആരാധിക്കുന്നുവോ, തീഷ്ണമായി സ്തുതിക്കുന്നുവോ, അതുപോലെ സ്തുതിക്കട്ടെ. ഈ സ്തുതിപ്പിന്റെ സമയത്ത് വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും മാനസാന്തരങ്ങളും കർത്താവ് വർഷിക്കുന്നു. ഉറക്കെ സ്തുതിക്കുന്നു. കർത്താവേ, അങ്ങയുടെ അത്ഭുതങ്ങളുടെ കരങ്ങൾ നീട്ടണമേ. ഈ കുടുംബങ്ങളെ സന്ദർശിക്കണമേ. ഈ കുടുംബങ്ങളുടെ അന്ധകാരങ്ങൾ ഇപ്പോൾ ചിഹ്നഭിന്നമാകട്ടെ. ഓ, മാറാരോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. മാരക വ്യാധികളെ ശാസിക്കുന്നു, വിട്ടുപോവുക. ആരാധന, 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 ആരാധന. യേശുവേ, 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 യേശുവേ. ആരാധന. അടഞ്ഞിരിക്കുന്ന ഹൃദയങ്ങൾ ഈ നിമിഷങ്ങളിൽ കർത്താവായ യേശുവിന്റെ നാമത്തിൽ തുറക്കപ്പെടട്ടെ. ആരാധന, ആരാധന, ആരാധന. യേശുവേ, യേശുവേ, യേശുവേ. ആരാധന, ആരാധന. യേശുവേ നന്ദി, യേശുവേ സ്തുതി.
ഹല്ലേലൂയ. ഹല്ലേലൂയ. ശാന്തമായി കസേരകളിലേക്ക് നമുക്ക് ഇരിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം തൻ്റെ അനുഗ്രഹത്താൽ ഇന്ന് നമ്മളെ ഒരുമിച്ച് കൂട്ടിയിരിക്കുകയാണ്. ഇന്ന് നാം ചിന്തിക്കാൻ വേണ്ടി കർത്താവ് നൽകിയിരിക്കുന്ന അടിസ്ഥാനപരമായ അനുഗ്രഹത്തിൻ്റെ ഒരു ദൂതാണ് നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളും നമുക്ക് കിട്ടിയ വിശ്വാസവും നമുക്ക് കിട്ടിയ ദൈവികമായ ബോധ്യങ്ങളും മറ്റുള്ളവരുടെ ഇടയിൽ പ്രചരിപ്പിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അനേക സാക്ഷ്യങ്ങൾ ദൈവജനം പറയുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു പ്രത്യേക സംഗതിയുണ്ട്. മറ്റൊരാൾ സാക്ഷ്യം പറഞ്ഞ് ദൈവം എങ്ങനെ ഇടപെട്ടു എന്ന കാര്യം സമൂഹത്തിന് മുമ്പിൽ വെളിപ്പെടുത്തുന്ന സമയത്ത് അത് കേട്ടുകൊണ്ടിരുന്ന സമയത്താണ് ഇവരുടെ മേൽ വിശ്വാസകൃപ വർഷിക്കപ്പെട്ടത്. ഇവർക്ക് പ്രാർത്ഥിക്കണം എന്ന് തോന്നിയത്, ഇവർക്ക് ദേവാലയത്തിലേക്ക് പോകണം എന്ന് തോന്നിയത്, ഇവർക്ക് ധ്യാനം കൂടണം എന്ന് തോന്നിയത്, യേശുവിന്റെ നാമം വിളിക്കണം എന്ന് തോന്നിയത്, കുമ്പസാരിക്കണം എന്ന് തോന്നിയത്. നേരത്തെ പറഞ്ഞ ആ അമ്മച്ചിയുടെ തന്നെ അനുഭവം ശ്രദ്ധിക്കുക. ആ അമ്മച്ചി വേദനയിലും ദുഃഖത്തിലും നിരാശയിലും വലിയ പ്രയാസത്തിലും മരണത്തിൻ്റെ മുമ്പിൽ മുഖാഭിമുഖം നിൽക്കുകയാണ്. അപ്പോൾ നേരത്തെ തന്നെ വിശ്വാസത്തിൻ്റെ കൃപ ഉജ്ജ്വലിച്ച ഒരു ദൈവ പൈതൽ അവർക്ക് ലഭിച്ച ഒരു പ്രാർത്ഥനാ പുസ്തകം ആ അമ്മച്ചിയുടെ കയ്യിലേക്ക് കൊടുത്തു. അത് ആ അമ്മച്ചിയിൽ വിശ്വാസം വർദ്ധിപ്പിച്ച്, അപ്പോൾ ഒരു വ്യക്തിയിലെ വിശ്വാസം മറ്റൊരു വ്യക്തിയിലേക്ക് പകരുമ്പോൾ, ആ വ്യക്തിക്ക് വേണ്ടി പ്രചരിപ്പിച്ചു കൊടുക്കുമ്പോൾ ആ വ്യക്തിയിൽ ദൈവരാജ്യം സംസ്ഥാപിതമാകുന്ന ഒരു അനുഭവമാണ് നാം നമുക്ക് ചുറ്റിലും കാണുന്നത്. അതുകൊണ്ട് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ ഇതിൽ വിശ്വാസം പ്രചരിപ്പിക്കുന്നതിനെ കുറിച്ച് സഭ തൻ്റെ മക്കളെ പ്രത്യേകം ഉത്ബോധിപ്പിക്കുന്നുണ്ട്. അത് നമ്മൾ വായിക്കുന്നത് 1816 ഖണ്ഡികയിലാണ്. അവിടെ പറയുന്നത് എങ്ങനെയാണ്? ക്രിസ്തുവിൻ്റെ ശിഷ്യൻ വിശ്വാസം സൂക്ഷിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്താൽ മാത്രം പോരാ. Praise the Lord. Praise the Lord. അത് ഏറ്റുപറയുകയും ഉറപ്പോടെ അതിന് സാക്ഷ്യം വഹിക്കുകയും അത് പ്രചരിപ്പിക്കുകയും കൂടി ചെയ്യണം. നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹം പ്രാപിക്കാൻ വേണ്ടി ദൈവവചനപ്രകാരമുള്ള ഒരു അനുഗ്രഹത്തിൻ്റെ വഴി സഭ തൻ്റെ മക്കളെ പഠിപ്പിക്കുകയാണ്. ഒരുപാട് പേര് ചിന്തിക്കുന്ന ഇങ്ങനെയാണ്: അവനവൻ്റെ വഴിയെല്ലാം ക്ലിയറാക്കി അവനവൻ്റെ തിന്മയെല്ലാം ഉപേക്ഷിച്ച് വിശുദ്ധ ജീവിതം നയിച്ച് ദേവാലയത്തിലേക്ക് പോയി അങ്ങനെ ദൈവഭക്തിയിൽ അങ്ങോട്ട് പ്രാർത്ഥിച്ച് ജീവിച്ചാൽ മതി, അത് മതി സ്വർഗത്തിൽ പോകാൻ എന്നാണ് ചിന്തിക്കുന്നത്. യേശു എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇത് പ്രചരിപ്പിക്കാത്തവരെ, ഇത് ഏറ്റുപറയാത്തവരെ മനുഷ്യപുത്രൻ തൻ്റെ സർവ്വ മഹത്വത്തോടും കൂടെ പിതാവിൻ്റെ മഹത്വത്തിൽ തൻ്റെ സർവ്വ മാലാഖമാരോടും കൂടെ വരുമ്പോൾ അവനെക്കുറിച്ച് മനുഷ്യപുത്രൻ ലജ്ജിക്കും എന്ന് പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് സഭ പഠിപ്പിക്കുകയാണ്, വിശ്വാസം സൂക്ഷിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്താൽ മാത്രം പോരാ, അത് പ്രചരിപ്പിക്കുക കൂടി ചെയ്യണം. വീണ്ടും പറയുകയാണ്, വിശ്വാസത്തിൻ്റെ ശുശ്രൂഷയും വിശ്വാസ സാക്ഷ്യവും രക്ഷയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. വിശ്വാസത്തിൻ്റെ ശുശ്രൂഷ രക്ഷയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. നമുക്ക് കിട്ടിയ വിശ്വാസം മറ്റുള്ളവരോട് പറയണം. മറ്റുള്ളവർ 10 പേര് കൂടുമ്പോൾ, കുടുംബാംഗങ്ങൾ കൂടുമ്പോൾ, ബന്ധുമിത്രാദികൾ കൂടുമ്പോൾ, കല്യാണ വീട്ടിൽ ആളുകൾ സമ്മേളിക്കുമ്പോൾ, ദേവാലയത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ, പള്ളിയിലേക്ക് പോകുമ്പോൾ, വാഹനങ്ങൾ ഇരിക്കുമ്പോൾ, മക്കൾ വരുമ്പോൾ, നമ്മുടെ അരികിലേക്ക് ദൈവം തൻ്റെ ജനത്തെ അയക്കുമ്പോൾ, പ്രിയ ദൈവ പൈതലേ, നിനക്ക് കിട്ടിയ അനുഭവങ്ങൾ, നിനക്ക് കിട്ടിയ ബോധ്യങ്ങൾ, നിനക്ക് കിട്ടിയ വചനങ്ങൾ, നിനക്ക് കിട്ടിയ പരിശുദ്ധാത്മ അഭിഷേകങ്ങൾ, ഇതെല്ലാം നീ പറയണം, സാക്ഷ്യപ്പെടുത്തണം, വെളിപ്പെടുത്തണം, വിവരിക്കണം. ഇത് നിന്റെ ആത്മരക്ഷയ്ക്ക് അത്യന്താപേക്ഷിതമായ ഒരു സംഗതി എന്നാണ് 1816 ഖണ്ഡികയിൽ തിരുസഭ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 12-ാം അധ്യായത്തിൽ 8-ാം വാക്യവും സഭ ഇവിടെ കോട്ട് ചെയ്യുന്നുണ്ട്. മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിന് മുമ്പിൽ ഞാനും ഏറ്റുപറയും. ദൈവപുത്രൻ പഠിപ്പിച്ചിരിക്കുകയാണ്. വീണ്ടും ദൈവപുത്രൻ തുടരുകയാണ്, മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളി പറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും തള്ളി പറയും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം നിങ്ങൾക്കൊരു അനുഭവം തന്നു.
ദൈവം നിങ്ങൾക്ക് ഒരു അത്ഭുതം ചെയ്തു, ദൈവം നിങ്ങൾക്ക് ഒരു വചനം തന്നു, ദൈവം നിങ്ങൾക്ക് സ്വർഗരാജ്യ ബോധ്യം തന്നു, അത് രഹസ്യത്തിൽ വെക്കരുത്. വേഗം 10 പേരുടെ ഇടയിൽ അത് പ്രചരിപ്പിക്കണം. വിശ്വാസം അത് ദൈവത്തിന്റെ ദാനമാണ്, അത് സൂക്ഷിച്ചു വെക്കരുത്, അത് പ്രചരിപ്പിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. കൊന്തയെ കുറിച്ച് അനുഭവം കിട്ടിയാൽ അത് പ്രചരിപ്പിക്കണം. ധ്യാനം കൊടുപ്പ് അനുഭവം കിട്ടിയാൽ അത് പ്രചരിപ്പിക്കണം. വിശ്വാസം അത് രഹസ്യമായി വെക്കരുത്, അത് പ്രചരിപ്പിക്കണം, അത് പ്രസംഗിക്കപ്പെടണം. തിമോത്തിയോസിന് എഴുതിയ 2-ാമത്തെ ലേഖനത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ വാക്യത്തിൽ ഇതാ അപ്പോസ്തലനിലുള്ള പരിശുദ്ധാത്മാവ് ശക്തമായ ഒരു നിർദ്ദേശം ശിഷ്യ സമൂഹത്തിന് നൽകുകയാണ്. ദൈവത്തിന്റെ മുമ്പാകെയും ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാനിരിക്കുന്ന യേശുക്രിസ്തുവിന് മുമ്പാകെയും അവന്റെ ആഗമനത്തിന്റെയും രാജ്യത്തിന്റെയും പേരിൽ ഞാൻ നിന്നെ ഇപ്രകാരം ചുമതലപ്പെടുത്തുന്നു. പറയുക, പ്രചരിപ്പിക്കുക. വിശ്വാസമുള്ള ഒരു വ്യക്തിയിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന ദൗത്യമാണത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഉറക്കെ പറയാ ഹല്ലേലൂയ. ഹല്ലേലൂയ. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ വീണ്ടും ഇതിനെക്കുറിച്ച് നമുക്ക് ഉത്ബോധനങ്ങൾ ലഭിക്കുന്നുണ്ട്. 900-ാം ഖണ്ഡികയിൽ അതിനെക്കുറിച്ച് നാം വായിക്കുന്നത് എങ്ങനെയാണ്? എല്ലാ ക്രിസ്തീയ വിശ്വാസികളെയും പോലെ അൽമായരെയും അവരുടെ മാമോദീസയിലൂടെയും സൈരലേപനത്തിലൂടെയും ദൈവം പ്രേക്ഷിത ധർമ്മം ഏൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് രക്ഷയുടെ ദിവ്യരഹസ്യം ലോകമെങ്ങും എല്ലാ മനുഷ്യരും അറിയുകയും സ്വീകരിക്കുകയും ചെയ്യുന്നതിനായി വ്യക്തിപരമായോ സംഘങ്ങളായി ചേർന്നോ പ്രവർത്തിക്കാൻ അവർക്ക് അവകാശവും കടമയുമുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒറ്റയ്ക്കോ കൂട്ടമായോ സംഘങ്ങളായോ ചേർന്ന് വിശ്വാസം പ്രഘോഷിക്കാൻ, യേശുവിനെ പ്രഘോഷിക്കാൻ, വിശ്വാസം പ്രചരിപ്പിക്കാൻ ഓരോ വിശ്വാസിക്കും കടമയുണ്ട്, അവകാശമുണ്ട് എന്ന് സഭ മക്കളെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും, അത് മാമോദിസ മുങ്ങിയ ആളായാലും മാമോദിസ മുങ്ങാത്ത ആളാണെങ്കിലും ഒരു കാര്യം അറിയണം: യേശുവിനെ അറിഞ്ഞാൽ അപ്പോൾ തന്നെ യേശു നൽകുന്ന ദൗത്യമാണ് ഈ യേശുവിനെ കുറിച്ച് അടുത്ത വീടുകളിൽ പോയി പറയണം, ഈ യേശുവിനെ കുറിച്ച് അടുത്ത കൂട്ടുകാരോട് പറയണം, ഈ യേശുവിനെ കുറിച്ച് പറയാൻ യോജിക്കുന്ന ആളുകളെ ചേർന്ന് രണ്ടുപേരായി പുറപ്പെടണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ സമരിയാക്കാരി സ്ത്രീയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? ആ വ്യക്തി മാമോദിസ മുങ്ങിയ വ്യക്തിയാണോ? ആ വ്യക്തി യേശുവിനെ അറിഞ്ഞു, യേശുവിനെ കേട്ടു, യേശുവിന് അനുഭവം ഉണ്ടായി, വേഗം പട്ടണത്തിലേക്ക് ഓടി അവിടെ ഉണ്ടായിരുന്ന എല്ലാവരോടും അവൾക്ക് കിട്ടിയ കാര്യങ്ങൾ, അനുഭവങ്ങൾ, അഭിഷേകം അവൾ പറഞ്ഞു, പകർന്നു, പങ്കുവെച്ചു, സാക്ഷിച്ചു. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതേപോലെ ഈ കാലഘട്ടത്തിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആരായാലും വിശ്വാസത്തോടെ മാമോദിസ മുങ്ങിയ ആളാണെങ്കിലും ഒരുപക്ഷെ മാമോദിസ മുങ്ങാൻ സാഹചര്യം കിട്ടാത്ത ആളാണെങ്കിലും ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് വിശ്വാസത്തിന് കൃപ കർത്താവ് തന്നാൽ ഉടനെ നിങ്ങൾ യേശുവിന് സാക്ഷിയായി 10 പേരുടെ അടുത്ത് സുവിശേഷത്തെ എത്തിക്കണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇതിനെക്കുറിച്ച് വീണ്ടും സഭ പ്രബോധനത്തിൽ 904-ാം ഖണ്ഡികയിൽ പഠിപ്പിക്കുന്നുണ്ട്. മറ്റുള്ളവരെ വിശ്വാസത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടി പഠിപ്പിക്കുക എന്നത് ഓരോ വിശ്വാസിയുടെയും ധർമ്മമാണ്. ഓരോ അപ്പനും പഠിപ്പിക്കാൻ ധർമ്മമുണ്ട്, ഓരോ അമ്മയ്ക്കും പഠിപ്പിക്കാൻ ധർമ്മമുണ്ട്, ഓരോ യുവാവിനും യുവതിക്കും പഠിപ്പിക്കാൻ ധർമ്മമുണ്ട്, ഓരോ കുട്ടികൾക്കും ഈ ധർമ്മമുണ്ട്. ഓരോ വിശ്വാസിയുടെയും ധർമ്മമാണ് വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടി മറ്റുള്ളവരെ പഠിപ്പിക്കുക. പ്രിയ ദൈവ പൈതലേ, ഈ ഒരു ദൗത്യം പൂർത്തിയാക്കപ്പെട്ടിട്ടുണ്ട്. ജീവിതത്തിൽ ഗൗരവത്തിൽ വിശകലനം നടത്തണം, ജോലി ചെയ്യണം, ശമ്പളം വാങ്ങിക്കണം, കുടുംബം നോക്കണം, ഇടവക നോക്കണം. അതോടുകൂടെ തന്നെ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെച്ചിട്ടുള്ള ഒരു ദൗത്യമാണ് വിശ്വാസം പഠിപ്പിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ ആരാധന. യേശുവേ ആരാധന. 905-ാമത്തെ ഖണ്ഡിക വചനം പഠിപ്പിക്കുകയാണ്: നാം നല്ല ജീവിതം വഴി ദൈവത്തിന് മഹത്വം കൊടുക്കണം, സാക്ഷ്യപ്പെടുത്തണം, സൽ സ്വഭാവം വഴി സാക്ഷ്യപ്പെടുത്തണം, നല്ല മാതൃക വഴി വചനം മുഴുവൻ അനുസരിച്ച് ജീവിച്ചുകൊണ്ട് സാക്ഷ്യപ്പെടുത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് സഭ പഠിപ്പിക്കുകയാണ്. എന്നിരുന്നാലും ഈ ജീവിത സാക്ഷ്യം പ്രേക്ഷിത ധർമ്മത്തിൻ്റെ ഏക ഘടകമല്ല. യഥാർത്ഥ പ്രേക്ഷിതൻ അവിശ്വാസികളോടോ വിശ്വാസികളോടോ വചനം വഴി ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാനുള്ള സന്ദർഭങ്ങൾ അന്വേഷിച്ചുകൊണ്ടേയിരിക്കണം.
നല്ല ജീവിതം നയിക്കുന്നുണ്ട്, സാക്ഷ്യമുള്ള ജീവിതമാണ്, മാതൃകയാണ് എന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. നീ വചനം വഴി, വാക്ക് വഴി നിന്റെ ഉള്ളിൽ കിട്ടിയ അനുഭവങ്ങൾ പറയണം, നിന്റെ ഉള്ളിൽ കിട്ടിയ അഭിഷേകങ്ങൾ പറയണം, നിന്റെ ഉള്ളിൽ കിട്ടിയ വചനം പറയണം. വചനം വഴി ഓരോ വിശ്വാസികളോടോ അവിശ്വാസികളോടോ വചനം വഴി ക്രിസ്തുവിനെ പ്രഘോഷിക്കാനുള്ള സന്ദർഭങ്ങൾ അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഈ നിമിഷങ്ങളിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കാലഘട്ടം അനുഗ്രഹത്തിൻ്റെ ഒരു കാലഘട്ടമാണ്. നമ്മളിത് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പതിനായിരക്കണക്കിന് അൽമായർ, യുവതിയുവാക്കന്മാർ, കുട്ടികൾ യേശുവിനെ സാക്ഷിച്ച് വിശ്വാസം പകർന്ന് അനേകരെ പഠിപ്പിക്കുന്ന ഒരു കാലഘട്ടമാണത്. ഷാലോം ചാനൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. അൽമായരുടെ ഒരു കൂട്ടായ്മ, ഒരു സമൂഹമായി രൂപപ്പെട്ട് ഒരു കൂട്ടായ്മയായി പ്രാർത്ഥിച്ച് കൈകോർത്ത് കർത്താവിന് വേണ്ടി വചനം വിതയ്ക്കാൻ അവർ ഒരുമിച്ച് കർത്താവ് അവരുടെ കരങ്ങളിലൂടെ എത്രയോ വൻ കാര്യങ്ങളാണ് ഈ കാലഘട്ടം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഉറക്കെ പറയാ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇങ്ങനെ പതിനായിരക്കണക്കിന് അൽമായരും യുവതിവാക്കന്മാര്, കുട്ടികള്, സിസ്റ്റേഴ്സ്, ഐതികര് ദൈവവചനം പ്രഘോഷണത്തിനും ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷയ്ക്കുമായി ഉണർന്നൊരു കാലഘട്ടമാണിത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇരു കരങ്ങൾ ഉയർത്തി കർത്താവേ, എൻ്റെ കുടുംബത്തെ ഈ സുവിശേഷ വേലയിൽ അഭിവൃദ്ധിപ്പെടുത്തണമേ. 10 പേരോട് വചനം പ്രസംഗിക്കാൻ, 10 പേരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ